പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നടത്തിയ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് നമ്മുടെ സൈന്യം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് നമ്മുടെ സൈന്യം നമ്മളെ അറിയിച്ചത് ഒന്നും തന്നെയല്ല. ഞങ്ങൾക്ക് ലഭിച്ച തിരിച്ചടി നിങ്ങൾ കരുതുന്നതിലും എത്രയോ വലുതാണ് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ. 20 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇന്ത്യൻ സേന പറഞ്ഞതെങ്കിലും അങ്ങനെയല്ല. 28 സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ സൈന്യം ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ നടത്തിയ തിരിച്ചടിയുടെ സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ഇന്ത്യൻ സൈന്യം പത്രസമ്മേളനത്തിൽ പരാമർശിച്ചിരുന്നില്ല. എന്നാൽ പെഷാവർ, സിന്ധ്, ധാങ്, ഗുജ്റൻവാല, ഭവൻ നഗർ, ചോർ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഇന്ത്യ നാശനഷ്ടം വരുത്തിയതായി രേഖകൾ വെളിപ്പെടുത്തുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിരവധി വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു. നൂർഖാൻ, റഫീഖ്, മുരുജ് കെ, സുക്കൂർ, സിയാൽകോട്ട്, പാസൂർ, ചുനിയൻ, സർഗോദ എന്നിവയുൾപ്പെടെ ആകെ 11 വ്യോമത്താവളങ്ങളാണ് ആക്രമിച്ചത്. ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും മാക്സർ ടെക്നോളജി പുറത്തുവിട്ടു. ഇതിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ രീതിയിൽ വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും സ്വന്തം രേഖ തന്നെ, അതായത് പാകിസ്ഥാന്റെ സ്വന്തം രേഖകൾ തന്നെ പാകിസ്ഥാന്റെ നുണകളെ തുറന്നു കാട്ടുന്നു എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പോലും മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ നിന്നും നമ്മുടെ നയതന്ത്ര പ്രതിനിധി സംഘത്തെ ലോകരാജ്യങ്ങളിലെ 33 രാജ്യങ്ങളിലേക്ക് വിട്ടപ്പോൾ അവർ അവിടെ ചെന്ന് വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും ലോകരാജ്യങ്ങൾക്ക് കൺവിൻസ് ആയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു തീവ്രത എത്രത്തോളമാണ്, പാകിസ്ഥാന് എത്ര വലിയ തിരിച്ചടിയാണ് കിട്ടിയത് എന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതോടുകൂടി ഇന്ത്യക്ക് രണ്ടുണ്ട് ഗുണം. അതായത് ഒന്ന്, ഇന്ത്യയുടെ യശസ് വാനോളം ഉയർന്നു. രണ്ടാമത്, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ വരാനും നമ്മുടെ ആയുധങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകാനും അത് കാരണമായി എന്നുള്ളതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. പിന്നെ പാകിസ്ഥാന്റെ നുണകൾ തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ നുണകൾ പ്രചരിപ്പിച്ചു. എന്നാൽ പാകിസ്ഥാൻ രേഖയിൽ നൽകിയിരിക്കുന്ന ഭൂപടം തന്നെ അത് തുറന്നു കാട്ടുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള 9 ഭീകരരുടെ ഒളിത്താവളങ്ങൾ ഇന്ത്യ നശിപ്പിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനവും ജെയ്ഷെ മുഹമ്മദ് തലവന്റെ കുടുംബത്തെ അടക്കം നശിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇതും ലോകരാജ്യങ്ങൾക്ക് കൺവിൻസായി. 9 സ്ഥലങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് പാകിസ്ഥാൻ തിരിച്ച് നടത്തിയതെങ്കിലും പാകിസ്ഥാൻ ഒടുവിൽ വെടിനിർത്തൽ കരാറിന് നിർബന്ധിതരാവുകയും പിന്നീട് അവരത് ലംഘിച്ചുവെന്നും ലോകരാജ്യങ്ങൾക്ക് കൺവിൻസ് ആവുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.